കന്നഡ സൂപ്പർ സ്റ്റാർ കിച്ച സുദീപിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് മാക്സ്. 2024 ഡിസംബർ മാസം ലാസ്റ്റ് 25-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലൂടെ റിലീസായത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ശേഷമാണ് തമിഴ് വേർഷനൊക്കെ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഇടയ്ക്കാണ് പാലക്കാട് വന്നത്. അപ്പോൾ അന്നോട്ട് കാണണം എന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും ഇന്നലെ കണ്ടു. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിൽമോ ഷായ്. മാക്സ് തമിഴ് പ്രൊഡ്യൂസറായിട്ടുള്ള കലൈപ്പുലി എസ് താനുമാണ് ഇതിൻ്റെ നിർമ്മാണം കൈകാര്യം ചെയ്തിരിക്കുന്നത്. തുപ്പാക്കി പോലുള്ള വലിയ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറാണ്. വിജയ് കാർത്തികയാണ് ഇതിൻ്റെ സംവിധാനം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബി അജിനേഷ് ലോകനാഥാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കാന്താര പോലുള്ള സിനിമകളൊക്കെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള അജിനേഷ് ലോകനാഥാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കിച്ച സുദീപ്, വരലക്ഷ്മി, ശരത് കുമാർ, സുനിൽ തുടങ്ങി ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ ഒന്നിച്ച കന്നഡയിൽ നിന്ന് പുറത്തിറങ്ങിയ സിനിമയാണ് മാക്സ് എന്ന് പറഞ്ഞ ചിത്രം ഞാൻ പാലക്കാട് ന്യൂ ആരോമ തിയേറ്ററിലെ സെക്കൻഡ് സ്ക്രീനിലാണ് ഞാൻ കണ്ടത്. മലയാളത്തിൽ എനിക്കൊന്നും തമിഴ് ഡബ്ബ് വന്നിട്ടിപ്പം അടുത്തായതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. റിലീസിൻ്റെ സമയത്തൊന്നും ഇവിടെ പടം വന്നതായിട്ട് ഞാൻ കണ്ടില്ല. എന്തായാലും അത് കാണണമെന്ന് തോന്നി. കാരണം കിച്ച സുദീപ് എന്ന് പറയുന്ന ഒരു ആക്ടറിനോടുള്ളൊരു ഇഷ്ടമാണ് നമുക്ക് ഇത് കാണാനുണ്ടാക്കിയൊരു പ്രേരണ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൻ്റെ സെലക്ഷൻ വളരെ കുറച്ച് പടങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബില്യനായിട്ട് ഒരുപാട് സിനിമ, ഇപ്പം കപ്സ എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ വന്നിരുന്നു, അതൊക്കെ പോട്ടെ. അതിന് മുമ്പ് ഒരു സിനിമ വന്നിരുന്നത് വിക്രാന്ത് റോണ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ഒരു സബ്ജക്റ്റാണ്, എന്നാൽ തന്നെ അത് കണ്ടിരിക്കാൻ ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലുള്ള ഒരു പടമായിട്ട് തോന്നി. കാരണം പുള്ളിയുടെ പടങ്ങൾ വരുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ആ സിനിമയ്ക്ക് ഉണ്ടാവും. അപ്പം ആ ഒരു പ്രത്യേകത ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നിയിരുന്നു. എന്തായാലും സിനിമ ഞാൻ കണ്ടു. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൈദി മോഡൽ ഒരു പടം, ഒരു നൈറ്റിൽ സംഭവിക്കുന്ന, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു നൈറ്റിൽ സംഭവിക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ചേർത്ത് ഒരു ഗംഭീരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സീറ്റഡ്ജ് ത്രില്ലർ ടൈപ്പ് സ്വഭാവത്തിലേക്ക് പോകുന്ന, കൂടുതൽ ഒരുപാട് ലോജിക്കൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തന്നെ ആ ലോജിക്കൽ മിസ്റ്റേക്സിലേക്ക് നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാതെ എൻ്റർടൈനിങ് ആക്കി കൊണ്ടുപോയി ഒരു ഹാപ്പി എൻഡിങ് ഒക്കെ കൊടുത്ത് ഒരു ഫ്രഷ് എൻഡിങ് ഒക്കെ കൊടുത്ത് തിയേറ്റർ കഴിയുമ്പോൾ കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്ത ഒരു സിനിമയാണ് മാക്സ് എന്ന് പറയുന്ന സിനിമ. എനിക്ക് തിയേറ്ററിൽ നന്നായിട്ട് വർക്കൗട്ടായ ഒരു സിനിമയാണ്. 2024 ഇത് സിനിമ ഇറങ്ങിയ സമയത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കാണാൻ പറ്റാതെ പോയത്. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു നൈറ്റിൽ സംഭവിക്കുന്ന അത് വിത്ത് ടൈമിങ്ങോട് കൂടി ഓരോ സമയങ്ങളും കാണിച്ച് ഇത്ര ടൈം എടുത്തു എന്നൊക്കെ കാണിച്ച്, അതുപോലെ തന്നെ സിനിമയിൽ ഒരു വമ്പൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വമ്പൻ ഒരു സീക്വൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റിൻ്റെ ഒരു സംഭവം. ആ 10 മിനിറ്റിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 10 മിനിറ്റിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്. അത് കൃത്യമായിട്ട് സ്ക്രീനിൽ നമ്മളെ കാണിക്കുകയും ചെയ്യും. അതേസമയം സൈഡിൽ ടൈമറും ഇട്ടിട്ട് ആ 10 മിനിറ്റിൽ എന്താണോ ചെയ്യുന്നത് അത് നമ്മളെ വിഷ്വലി കാണിക്കുന്നൊരു സംഭവമുണ്ട്. സൂപ്പറായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര രസകരമായിട്ട് സ്ക്രീൻ പ്ലേയിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. എവിടെയെങ്കിലും ഒന്ന് താന്നു പോയായിരുന്നെങ്കിൽ പടത്തിൻ്റെ ആ പേസേ കയ്യിൽ നിന്ന് പോയാനെ. എനിക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒന്നും തിരിക്കാൻ തോന്നിയില്ല. കാരണം ഇതൊറ്റ ഈ ബ്രേക്ക് ഇല്ലാത്തൊരു പടമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒന്നിച്ച് കാണുമ്പം ഒരു വല്ലാത്തൊരു ഫീല് തന്നെ നിങ്ങൾക്ക് കിട്ടും. സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒരു വലിയൊരു പോസിറ്റീവായിട്ട് മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ച സുദീപ് തന്നെയാണ്. പുള്ളി സ്ക്രീനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓറയുണ്ട്, ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, ഒരു സൗണ്ടിൻ്റെ കൊണ്ടുള്ള ഒരു സംഭവമുണ്ട്. പൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അടുത്ത തിയേറ്ററുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. ബോറടിക്കില്ല എന്നുള്ള കാര്യത്തിന് ഞാൻ ഗ്യാരണ്ടി. ഭയങ്കര രസകരമായി പോകും. കൈദി പടം തലേ വെച്ചിട്ട് ആരും കയറി പോകരുത്. കൈദി മോഡൽ ഒരു പടം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കൈദി പോലത്തെ ഒരു പടം തന്നെ എടുത്തു വെച്ചു എന്നല്ല ഞാൻ പറയുന്നത്. കൈദിയിൽ 2-3 പരിപാടികൾ കാണിക്കും. ഒന്ന് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്, ഒരു നൈറ്റിൽ സംഭവിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഒരു സൈഡിൽ ബൈ റോഡ് എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കുറേ കാര്യങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മിക്സ് ചെയ്താണ് കാണിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു സ്റ്റേഷൻ, അവിടെ അതിൻ്റെ ചുറ്റും എന്തൊക്കെ സംഭവിക്കുന്നു, അല്ലാതെ ഒരു ഫ്ലാഷ് ബാക്ക് കഥയിലോട്ടോ കാര്യങ്ങളോ ഒന്നും കയറി പോകുന്നില്ല. തുടക്കത്തിൽ ഒരു ബിൽഡപ്പ് ഇടുന്നുണ്ട്, അതിനുശേഷം ഒരു സ്റ്റേഷനാവും. ആ സ്റ്റേഷനിൽ നടക്കുന്ന പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി പുറമേ ഉള്ള കുറച്ച് സീനുകൾ വെക്കുന്നു എന്നല്ലാതെ
ഔട്ട് ആൻഡ് ഔട്ട് ഈ ഒരു സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അതിൻ്റെ ടൈം പീരീഡ്, അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ കുറേ പരിപാടികൾ, അതിൻ്റെ ലൈറ്റിങ്, ടോണിങ്, ഇതെല്ലാം കൃത്യമായിട്ട് വന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീല് തോന്നും. രാത്രി തുടങ്ങി ഇപ്പോൾ ഒരു പകലാകുമ്പോഴേക്കും തീരുന്നൊരു സംഭവമായിട്ട് നമുക്ക് തോന്നും. ആ രീതി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ചിത്രം സെക്കൻഡ് പാർട്ടിലേക്ക് ഒന്നും വെക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സന്തോഷമുള്ള വാർത്ത. മേ ബി സെക്കൻഡ് പാർട്ട് വന്നേക്കാം, ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്പിൻ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അങ്ങനെ വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ഇത് കൊണ്ട് നിർത്തിയപ്പോൾ ഇത് ഇങ്ങനെ ഒരു രഹസ്യമുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്നൊന്നും പറയാതെ ഇത് പ്രോപ്പറായിട്ട് എൻഡ് ചെയ്യിപ്പിച്ചു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ നായിക കഥാപാത്രമില്ല, കൈദിയിലും ഇല്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിവിടെയും ഒരു നായിക പ്രാധാന്യമൊന്നും എവിടെയും കൊടുക്കുന്നില്ല. അനാവശ്യമായിട്ടൊരു ഫ്ലാഷ് ബാക്കോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് കൺവേ ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നൊന്നുമില്ല. ഒരു രസകരമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നൊരു പടമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങളെ നിരാശപ്പെടുത്താത്തൊരു സിനിമയായിരിക്കും. മലയാളത്തിലുണ്ടോ നോക്കുക, മലയാളത്തിലുണ്ടെങ്കിൽ കാണുക. ഞാൻ തമിഴിലാണ് കണ്ടത്. എനിക്കെന്തായാലും ചിത്രം വർക്കൗട്ടായി. അപ്പം സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.